മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ 1% തേനീച്ചയുടെ പരാഗണം മൂലമാണ് ഉണ്ടാകുന്നത്. 1 ടീസ്പൂൺ തേൻ 12 തേനീച്ചയുടെ ജീവിതാധ്വാനമാണ്. 1 ടീസ്പൂൺ തേൻ ഉണ്ടാക്കാൻ 25,000 പൂക്കൾ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട്. തേനീച്ചകൾക്ക് 5 കണ്ണുകളുണ്ട്. പ്രധാനപ്പെട്ട വശങ്ങളിലുള്ള 2 കണ്ണുകൾ അകലെയുള്ള പൂക്കളെ കാണാൻ കഴിവേറിയതാണ്. തലക്ക് മുകളിലുള്ള ചെറിയ 3 കണ്ണുകൾ സൂര്യന്റെ ദിശ മനസ്സിലാക്കി യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. മറ്റൊരു തേനീച്ചക്ക് പൂവുള്ള സ്ഥലവും ജലസ്രോതസ്സും പറഞ്ഞു കൊടുക്കുന്നത് 8 എന്ന ആകൃതിയിൽ ചലിച്ചുകൊണ്ടാണ്. ഇതിനെ വാഗിൾ ഡാൻസ് എന്നാണ് പറയുക. എത്ര ദൂരെയാണ് ആ പൂവുള്ളത്, ഏത് ദിശയിലാണെന്നും സൂര്യനെ അടിസ്ഥാനമാക്കി ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയും. ആക്രമിക്കാനുള്ള കഴിവ് ആരുള്ള മുള്ളുള്ളത് പെൺതേനീച്ചകൾക്ക് മാത്രമാണ്. തേനീച്ചയുടെ മൂക്ക് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ആന്റിനയാണ്. ഇതിൽ 6000-ഓളം ചെറിയ സെൻസറുകളുണ്ട്. വളരെ അകലെയുള്ള ഗന്ധം പോലും അതിന് അനുഭവിക്കാൻ കഴിയും. രുചി അറിയാൻ നാവിനു പുറമെ കാലിലൂടെയും ആന്റിനയിലൂടെയും സാധിക്കും. 1700-കളിൽ തന്നെ പെൺതേനീച്ചയാണ് ജോലികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലാണ് ജോലി വിഭജനം ശാസ്ത്രീയമായി കൊണ്ട് തെളിയിക്കപ്പെട്ടത്. തേനീച്ച ഒരു സെക്കൻഡിൽ 230 തവണ ചിറകടിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ 13,000 തവണ. ഹൈസ്പീഡ് വീഡിയോഗ്രാഫിയിലൂടെയാണ് ഇതിന്റെ ഫ്രീക്വൻസി കണക്കാക്കുന്നത്. പലരും ധരിക്കുന്ന തേനീച്ച ഒഴിവാക്കുന്നതാണ് തേൻപലകയിൽ നിക്ഷേപിക്കുന്നത് എന്നാണ്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതിന് 2 അറകളുണ്ട്. ഒന്ന് അതിനു വേണ്ട ഭക്ഷണത്തിനുള്ളതും ഒന്ന് ശുദ്ധമായ തേനറിയും. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല. കൊണ്ടുവരുന്ന പൂന്തേൻ മറ്റൊരു തേനീച്ചയുടെ വായിലൂടെ വയറിലേക്ക് എത്തിക്കുന്നു. ഒരു തുള്ളി തേനിൽ തന്നെ ധാരാളം തേനീച്ചയുടെ വയറുകളിലൂടെ ഈ സെയിം പ്രോസസ് നടക്കുന്നു. വയറിൽ ഈ പ്രോസസ് നടക്കുമ്പോൾ ധാരാളം എൻസൈമുകളും ചില ദ്രാവകങ്ങളും തേനിൽ ചേരുന്നു. തേനീച്ചകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയായ മെലിറ്റോളജി ദിവസങ്ങളോളം തേനീച്ചകളെ കുറിച്ച് പറയാൻ മാത്രം സങ്കീർണമാണ്. ആണിന്റേതിൽ 16 ക്രോമസോമുകളാണുള്ളത്. ഖുർആനിൽ തേനീച്ച എന്നൊരു അധ്യായമുണ്ട്, അന്നഹിൽ. ഇത് 16-ാമത്തെ അധ്യായമാണ്. ഇതിൽ 68-ാമത്തെ വചനത്തിൽ തേനീച്ചയുടെ നാഥൻ അതിനോട് ചില കൽപ്പനകൾ നടത്തുന്നുണ്ട്. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നതിൽ വീടുകൾ ഉണ്ടാക്കാനും എല്ലാ ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുവാനും അതിന് സൗകര്യപ്പെടുത്തിയ പാതയിൽ സഞ്ചരിക്കുക എന്നതാണ് ആ കൽപ്പന. അത്ഭുതം എന്തെന്നാൽ ഈ 3 കൽപ്പനയിലും സ്ത്രീലിംഗ പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഇത് പെൺതേനീച്ചയോട് കൽപ്പിക്കുന്ന രൂപമാണ്. നമുക്ക് ഇന്നറിയാം കൂടുണ്ടാക്കുന്നതും തേൻ ശേഖരിക്കുന്നതും അതിനുവേണ്ടി സഞ്ചരിക്കുന്നതെല്ലാം പെൺതേനീച്ചയാണെന്ന്. അതിന്റെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള തേൻ പുറത്തേക്ക് വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബു മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. നല്ലൊരു വിശ്വാസിയെ തേനീച്ച കൊണ്ട് ഉപമിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് നല്ലത് ഭക്ഷിക്കുന്നു, നല്ലത് നൽകുന്നു. തേനീച്ച വാടിയ പൂവിൽ ഇരിക്കാറില്ല. തേനീച്ചയിലൂടെ നമുക്ക് കിട്ടുന്ന 6ഓളം ഗുണങ്ങൾ ഞാൻ താഴെ നൽകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഹദീസിലെ അടുത്ത വരിയാണ്. അതൊരു പൂവിലിരുന്നാൽ അതിനെ ഒടിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. അത് പറക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നുണ്ട്. പൂക്കളുടെ അടുത്ത് വരുമ്പോൾ പൂപ്പൊടി അതിന്റെ ശരീരത്തിലേക്ക് ഒരു ഗാന്ധം പോലെ അടുക്കുന്നു. ചെറിയ പൂവിൽ നിന്നാണ് തേൻ ശേഖരിക്കുന്നതെങ്കിൽ ചിറകതി ശക്തമായി വീശിക്കൊണ്ട് ഓവറിംഗ് എന്ന രീതിയിൽ ഭാരം പൂവിലേക്ക് കൊടുക്കാതെയാണ് തേനെടുക്കുക. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന വലിയൊരു പാഠം അതിലുണ്ട്. അതിന്റെ വയറുകളുടെ ഗ്രന്ഥികളിൽ നിന്നാണ് തേൻപലക ഉണ്ടാക്കാനുള്ള മെയ്ഗുണ്ടാകുന്നത്. എക്സാങ്കിൾ ആകൃതിയുള്ള തേൻപലകയാണ് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളതും തേൻ ശേഖരിക്കാൻ കഴിയുന്നതും. ഉണ്ടാക്കാൻ ഏറ്റവും പ്രയാസമുള്ള രീതിയാണിത്. എല്ലാ വശവും 120 ഡിഗ്രി ചെരിവ് വേണം. കൂട്ടായ പ്രവർത്തനമായതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നാണ് ജോലി തുടങ്ങുന്നത്. പക്ഷെ അവസാനിക്കുമ്പോൾ ഒരു മില്ലി സ്പൈസ് പോലും അളവിൽ തെറ്റില്ല. ശാസ്ത്രം പറയുന്നത് അത് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ DNA-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. എന്നാൽ ആരാണ് അങ്ങനെ രേഖപ്പെടുത്തിയെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഖുർആൻ തേനീച്ചകളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ.